Kavita Gold and Diamonds. The versatile jewelry. മഴ പെയ്താൽ റോഡിലൂടെ ഒഴുകുന്ന വെള്ളവും മണ്ണും ചെളിയും കുത്തിയൊലിച്ചു വരുന്നത് വീടുകളിലേക്ക്. വല്ലപ്പുഴ കുറുവട്ടൂരിലെ ന്യൂ സിറ്റി റെയിൽവേ ലൈൻ റോഡിലാണ് പ്രശ്നം. വലിയ ദുരിതമാണ് ഇത് കാരണം നേരിടുന്നതെന്ന് ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങൾ പറയുന്നു. മഴക്കാലം തുടങ്ങിയിട്ടില്ല. വേനൽ മഴയ്ക്ക് തന്നെ റോഡിലൂടെ ഒഴുകിയെത്തിയ വെള്ളവും ചെളിയും മണ്ണുമെല്ലാം കുത്തിയൊലിച്ചെത്തിയത് വീടുകളിലേക്ക്. വല്ലപ്പുഴ പഞ്ചായത്തിലെ 8-ാം വാർഡ് കുറുവട്ടൂർ ന്യൂ സിറ്റി റെയിൽവേ ലൈൻ റോഡിലെ കുടുംബങ്ങളാണ് വലിയ ദുരിതം നേരിടുന്നത്. കുത്തിയൊലിച്ചു വരുന്ന വെള്ളത്തിന്റെ ശക്തിയിൽ റോഡിലെ മണ്ണ് മുഴുവൻ ഒലിച്ചുപോയി ചാലുകൾ രൂപപ്പെട്ട അവസ്ഥയാണ് ഇവിടെ. 150 മീറ്ററോളം വരുന്ന റോഡിന്റെ 75 മീറ്ററോളം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന ഭാഗത്താണ് പ്രശ്നം. ഒഴുകി വരുന്ന മണ്ണും മാലിന്യങ്ങളും എത്തിച്ചേരുന്നത് സമീപത്തെ വീടുകളുടെ മുറ്റത്തേക്കും അകത്തേക്കുമാണ്. എത്ര തവണ മണ്ണിട്ട് ഉയർത്തിയാലും അടുത്ത മഴയ്ക്ക് തന്നെ ഇതെല്ലാം ഒലിച്ചു പോകുന്ന അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ മണ്ണ് ഒലിച്ചു വന്ന് സമീപത്തെ ചില വീടുകളുടെ മുറ്റവും അകവുമെല്ലാം ചെളിക്കുളമായി. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരുന്നെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെ 2018 ലാസ്റ്റ് ഇവിടെ ഒരു വർക്ക് നടന്നിരിക്കുന്നത്. ആ റോഡിൻ്റെ അവിടെ അതിന് ബോർഡുണ്ട്. അതിനുശേഷം യാതൊരുവിധ വർക്കുകളും ഒരു കാര്യം നടന്നിട്ടില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് 50 മീറ്റർ ദൂരത്തേക്കാണ് ഇത്രയും ഇവർ ചെയ്തിരിക്കുന്നത്, ചെയ്യാൻ ബാക്കിയുള്ളത്. അതിൻ്റെ മഴ പെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഇങ്ങോട്ടുള്ള മണ്ണും വെള്ളവും ചളിയും എല്ലാം വീടിൻ്റെ ഉള്ളിലേക്കാണ് വരുന്നത്. എനിക്ക് എൻ്റെ വണ്ടി പുറത്തേക്ക് ഇറക്കാനും കൂടി പറ്റാത്ത അവസ്ഥയിൽ ഇന്നലെ നാട്ടുകാരെല്ലാവരും കൂടി വന്നിട്ടാണ് എൻ്റെ വണ്ടി എടുത്ത് പുറത്തേക്ക് തന്നത്. ഇത് മഴ പെയ്താൽ എല്ലാ സമയത്തുള്ള അവസ്ഥകളാണ്. ഇതിൽ യാതൊരു മാറ്റം ഇന്നത്തെ വരെ സംഭവിച്ചിട്ടില്ല. പല പ്രാവശ്യം ഇവിടെ വന്ന് അളവെടുത്തിട്ടുണ്ട്, പല വാഗ്ദാനങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ വരെ അതൊന്നും നടപ്പാക്കാൻ ഇവരാരും തയ്യാറായിട്ടില്ല. 10-75 കൊല്ലം പഴക്കമുള്ള വീടാണിത്. ഇത്രയും ചളിയും വെള്ളം വന്നു കഴിഞ്ഞാൽ എത്ര കാലം ഇത് ഇവിടെ നിൽക്കുന്നുള്ളത് പറയാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ ഭാഗത്തെ വഴി പൂർണ്ണമായി കോൺക്രീറ്റ് ചെയ്ത് പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വരുന്ന മഴക്കാലത്തിനു മുമ്പെങ്കിലും ഇക്കാര്യത്തിൽ ഇടപെടലുണ്ടായില്ലെങ്കിൽ കുത്തിയൊലിച്ചു വരുന്ന വെള്ളപ്പാച്ചിലിൽ വീടുകൾ ഉൾപ്പെടെ തകരുമെന്നാണ് ഇവർ ആശങ്കപ്പെടുന്നത്. തുടങ്ങിയതൊന്നുമല്ല, പല പ്രാവശ്യം പലരും വരുന്നുണ്ട്. എല്ലാവരും പറയും ഇതാ ഫണ്ട് വെച്ചിട്ടുണ്ട് എന്ന് പറയാനല്ല, രംഗത്ത് വന്ന് പ്രവർത്തിക്കാൻ ആർക്കും തയ്യാറല്ല. അത് ഏത് ഭരണം വന്നാലും ഒക്കെ കണക്കന്നെ. ഇപ്പോൾ ഇവിടെ അവർ പറയും ഞങ്ങൾ വന്നാൽ ചെയ്യാമെന്ന് പറയും. പക്ഷേ അത് കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ആയാലും BJP ആര് വന്നിട്ടും നമുക്ക് ഇതുകൊണ്ട് ഒരു ഉപയോഗം കാണില്ല. ആ വോട്ട് സമയത്ത് 4 വർത്തമാനം പറയും, നല്ല ആളെ മയക്കും, അവിടെ കൊണ്ടുപോകും, അത് ചെയ്ത് പോകുന്നെങ്കിൽ അതോടുകൂടി കഴിഞ്ഞു. പിന്നെ ഇവിടെ യാതൊരു പ്രവർത്തനം നടക്കണില്ല. അതാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സംഭവം. അതാണ് ഇനി പിന്നെ പറയാം അവർ ഇവിടെയല്ല അവിടെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ ഫണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറയാമെന്നല്ലാണ്ട് പ്രായോഗികമായിട്ട് നമുക്ക് രംഗത്ത് കാണാനില്ല. ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്കുള്ളൊരു അസൗകര്യം, റോഡ് ഇന്നിപ്പോൾ എല്ലാ സ്ഥലങ്ങളും റോഡ് ടൈൽസ് ഇട്ടില്ല എന്നുള്ള രീതിയിലായുള്ളൂ. ബാക്കിയെല്ലാം ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ ഇവിടെ ഒരു 4 വീട്ടുകാർക്ക് മാത്രമായിട്ട് ഇപ്പം എൻ്റെ ചെറുപ്പകാലത്ത് ഇപ്പോൾ ഞങ്ങൾക്കുള്ളൊരു പറമ്പിലുള്ള ഉടവ് ഇതിപ്പോൾ എൻ്റെ കാരണവർ പറയുണ്ടായി, ഇതിനെ പോലെയുള്ളൊരു ഉടവ് കണ്ടിട്ടുള്ളത് ഞങ്ങൾ നടാങ്കുഴിയിലാണ്. അത് ഞങ്ങളുടെ സ്ഥലത്താണ്. ഇങ്ങനെ ഉടവ് ഊത്തിയിട്ടൊക്കെ കിടന്നാൽ എങ്ങനെ മനുഷ്യന് നടക്കാൻ കഴിയുക? കുറേ ജനങ്ങൾ ഇതേ നടന്നു പോണതാണ്, പൊതുവഴിയാണ്. ജനം കുറേ ആൾക്കാർ ഇതേ നടന്നു പോണ പൊതുവഴിയാണ്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ഭരണസമിതി ആയാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും ആരാ ചെയ്യേണ്ടത് വെച്ചാൽ അവർ ചെയ്തു കൊടുത്താൽ ഉപകാരമായി. ആ നാട്ടുകാർക്കും ഇതേ നടക്കുന്ന പരിസരവാസികൾക്കും ഇവിടെ ജീവിക്കുന്ന ആൾക്കാർക്കും വീട്ടുകാർക്കും ഒക്കെ ഒരു ഉപകാരമായി. ചെയ്യേണ്ടത് അങ്ങനെയാണ് ഭരണസമിതികളൊക്കെ. ന്യൂസ് ബ്യൂറോ, ചെറുപ്പളശ്ശേരി.